നിലൂഫർ ഫാത്തിമ വ്ളോഗ്സ്. ഹലോ, അപ്പോൾ ഞാൻ ഒരു ബീഫ് വെക്കുകയാണ്. ഞാൻ ആദ്യം മുളകും മഞ്ഞളും എല്ലാവരും ഇടണ മാതിരി തന്നെ മല്ലിയും മുളകും മഞ്ഞളും ഒക്കെ തന്നെ ഇടണത്. പക്ഷേ അളവൊന്നും ഞാൻ പറയില്ല കേട്ടോ. അളവൊക്കെ നമ്മളെ ഒരു കണക്ക് വെച്ചിട്ട് ഇട്ടാൽ മതി. പിന്നെ എന്താ പറയുക, കുരുമുളക് നമ്മൾ ഇട്ടാണല്ലോ പൊരിച്ചാനുള്ള ഒരു ഇതാട്ടോ. കറിയൊന്നും അല്ല ഞാൻ ഉണ്ടാക്കണം, പൊരിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. മല്ലി ഇട്ടു, അതേപോലെ ലേശം ഉലുവ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി വലിയ ജീരകവും ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പിട്ടിട്ട് ഉപ്പെടുത്തിട്ട് അതിക്ക് പാകത്തിന് ഉപ്പിടണം. ഉപ്പിട്ട് ഇളക്കണമല്ലോ. ഞാൻ ഉപ്പിടട്ടോ. ഒന്ന് ഇളക്കിയിട്ട് ഉപ്പിടാം. കുറച്ച് ഉപ്പിട്ടു. ഇനി ഒന്ന് നല്ലോണം ഇളക്കി കൊടുത്താൽ മതി. പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെ ഇളക്കിയാണ് അപ്പം തന്നെ വിസിലടിക്കലില്ല. കുറച്ച് നേരം ഒന്ന് വറ്റിച്ചെടുക്കും ഞാൻ. എന്നാൽ പിന്നെ അത് എന്താ പറയുക, ചീറ്റി പോവില്ലല്ലോ. അല്ലെങ്കിൽ വിസിലടിച്ചത് ആകെ പോവും. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യും, കുക്കർ അടക്കാതെ ദമ്മാക്കാതെ വെറുതെ വെക്കും. അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി. വിസില ലോക്ക് ചെയ്യൊന്നും വേണ്ട, അങ്ങനെ ഒന്ന് ഇട്ടാൽ മതി. അടച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും അതങ്ങനെ തിളക്കണം. നല്ലപോലെ തിളച്ചിട്ട് ഒന്നും കൂടി വറ്റിച്ചെടുക്കാണ്ട്. ഒന്നും കൂടി വറ്റണം. എന്നാൽ പിന്നെ അത് നമുക്ക് ഒരു 4 വിസിലായാൽ മതിയാവും. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ ദമ്മടിച്ചാൽ അത് വിസിലടിച്ചിട്ട് കുറേ അതിലത്തെ എല്ലാതും പോകും. അപ്പോൾ ഇതേപോലെ വറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ഒരു 4 വിസിലാക്കിയാൽ മതിയാവും. ഒരു 4 വിസിലടിച്ചാൽ 4 or 5 വിസിലടിച്ചാൽ അത് ഓക്കെ കാരണം പാകത്തെ വേഗകാരം. പിന്നെ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് എടുത്ത് പൊരിച്ചാൽ മതി. ഞാൻ കറിയല്ല കേട്ടോ, ഞാൻ സാധാമാതിരി എന്താ പറയുക, പൊരിക്കാനുള്ളൊരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. ഞാൻ ഒരു കൈ കൊണ്ടാണ് ഈ കുക്കർ അടക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് അടയാഞ്ഞത്. ഇനി അത് ഒരു 4-5 വിസിലടിച്ചാൽ നമുക്ക് തുറക്കാം. ഇപ്പം നമ്മൾ തുറന്നു, വിസിലടിച്ച് തുറന്നു, 4 വിസിലടിച്ചിനോ തുറന്ന് പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അതിൽ 2-3 കഷ്ണങ്ങളൊക്കെ വലിയ കഷ്ണങ്ങളുണ്ട്. എനിക്കിങ്ങനെ വലിയ കഷ്ണങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതേപോലെ ഇനി നമുക്ക് ആവശ്യത്തിനെടുത്തിട്ട് പൊരിച്ചാൽ മതി. നമുക്കിങ്ങനെ ആകുമ്പോൾ എപ്പോൾ വേണമെങ്കിലും എടുത്ത് ആവശ്യാനുസരണം പൊരിച്ചാൽ മതിയല്ലോ. ഇതേപോലെ ഒരിത്തിരി കുരുമുളകും കരിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊരിച്ചാൽ ആവശ്യത്തിനടുത്ത് പൊരിച്ചാൽ മതി. ഇങ്ങനെയാണ് ഞാൻ പറയും. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ബീഫ് എപ്പോൾ വേണമെങ്കിലും എടുത്ത് കഴിക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ നമുക്ക് വറ്റിച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് എടുത്ത് ആവശ്യത്തിനടുത്ത് ഇങ്ങനെ പൊരിച്ചാൽ മതി. ഇതിങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ കറി പോലെ വെച്ചാലും മതിയാവും. ഒരിത്തിരി കുരുമുളകും പൊടിയും കൂടി ഇടണം കേട്ടോ. ഞാൻ കുരുമുളകൊക്കെ അവനാണ് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. പിന്നെ ഇത്ര തന്നെ ഉള്ളൂ, ഉച്ചക്കത്തെ ഫുഡാണ്, ഇത്രയേ ഉള്ളൂ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്.